പ്രൈസ് ദ ലോർഡ്. ബൈബിൾ ക്യൂസ്. ലേവ്യ പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. എങ്ങനെയുള്ളതിനെ ഹോമയാഗം കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കന്നുകാലികളിൽ ഊനമില്ലാത്ത ആണിനെ 1:3. എവിടെ വെച്ച് യാഗം അർപ്പിക്കണം? സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ 1:3. യാഗപീഠത്തിന് ചുറ്റും രക്തം തളിക്കേണ്ടത് ആര്? അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ 1:5. യാഗമൃഗത്തെ എവിടെ വെച്ചാണ് അറുക്കേണ്ടത്? യാഗപീഠത്തിൻ്റെ വടക്കുവശത്ത് 1:11. പറവജാതിയെ എങ്ങനെയാണ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കേണ്ടത്? തല പിരിച്ചു പറിച്ച് 1:15. ഭോജനയാഗമായ വഴിപാട് എന്തായിരിക്കണം? നേരിയ മാവ് 2:1. എല്ലാ വഴിപാടിലും എന്ത് ചേർക്കാതിരിക്കരുത് എന്നാണ് പറയുന്നത്? ഉപ്പ് 2:13. ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം എന്തായിരിക്കണം? കതിർ ചുട്ട് ഉതിർത്ത മണികൾ 2:14. സമാധാനയാഗം എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്തത് ആണോ പെണ്ണോ? 3:6. തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം എന്താണ്? മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് 3:17. രക്തത്തിൽ വിരൽ മുക്കി തിരശീലയ്ക്ക് മുമ്പിൽ എത്ര പ്രാവശ്യം തളിക്കണം? 7 പ്രാവശ്യം 4:17. അഹരോന്റെ ആൺമക്കൾക്ക് ശാശ്വതാവകാശമായി ലഭിച്ചത് എന്ത്? ദഹനയാഗങ്ങളിൽ നിന്നും തിന്നാം എന്നുള്ളത് 6:18. ഉദർച്ചാർപ്പണത്തിനായി എന്താണ് മാറ്റിവെക്കേണ്ടത്? കൈക്കുറക് 7:32. യാഗങ്ങൾ എത്ര? 6. 7:37. വഴിപാട് കഴിക്കണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത് എവിടെ വെച്ച്? സീനായിൽ 7:38. യാഗങ്ങൾ ഏതൊക്കെ? ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം. യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കൊണ്ടുവന്നത് ആരൊക്കെ? നാദാബും അബീഹൂവും 10:1. അഹരോന്റെ ഇളയപ്പൻ ആര്? ഉസിയേൽ 10:4. അഹരോനും പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത് എന്നാണ് ദൈവം പറഞ്ഞത്? സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് 10:3. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടേണ്ടതിന് വീഡിയോ ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.